ഹലോ ഗൈസ് ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ എല്ലായിടത്തും വേനൽ മഴയാണ്. നമുക്കിവിടെ നല്ല മഴയാണ്. 2 ദിവസമായിട്ട് അതുകൊണ്ട് പറമ്പിലേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. വളമൊന്നും ഒഴിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്ത പോലെ അത് പറ്റുന്നില്ല. കാരണം മഴ കൊണ്ടുപോകുമല്ലോ. അപ്പോൾ ഇന്ന് ഞാനാണെങ്കിൽ വൈകുന്നേരം കഞ്ഞിക്ക് കൂട്ടാൻ വെക്കാൻ വേണ്ടി ഉള്ള എന്തെങ്കിലും സാധനങ്ങൾ പൊട്ടിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ച് അപ്പുറത്തെ പറമ്പ് വരെ പോയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളെയും കൂടി കാണിച്ചു തരാം. ഇത് കണ്ടോ? നമ്മുടെ പാവലിൻ്റെയൊക്കെ അവസാനത്തെ ശ്വാസം എടുത്ത് തുടങ്ങി കേട്ടോ. ആഹ് കാര്യമായിട്ടൊന്നുമില്ല. ലാസ്റ്റ് ഉണ്ടായിരുന്ന കുറച്ച് പാവയ്ക്കയും കൂടെ നമ്മൾ പറിച്ചെടുത്ത് ഉണങ്ങാൻ വെച്ചായിരുന്നു കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ അവസാനത്തെ അവസ്ഥയാണ്. കണ്ടോ? ഇങ്ങനെയായി. ഇപ്പോൾ വരുന്നതൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോവാ കേട്ടോ. അപ്പം അങ്ങനെ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എത്തി. പിന്നെ ഇനി ആകപ്പാടെ ഉള്ളതെന്ന് പറയാൻ കുറച്ച് വഴുതനയുണ്ട്. ആ വഴുതനയും ഓൾമോസ്റ്റ് വാടി തുടങ്ങിയ അവസ്ഥയിലാട്ടോ. പിന്നെ നമുക്ക് ഒരു കുഞ്ഞി മത്തങ്ങ, അതിനകത്ത് ഫസ്റ്റ് മത്തങ്ങ പോയി കേട്ടോ. അതിനെന്തോ പ്രശ്നമായിരുന്നു. അത് ചീഞ്ഞങ്ങ് പോയി. പിന്നെ ഇപ്പോൾ രണ്ടാമതുണ്ടായിരുന്നൊരു മത്തങ്ങയാണ്. ഇത് കിട്ടും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുണ്ടോ? ഇതാണ് വഴുതന ഞാൻ പറഞ്ഞില്ലേ. അതിനാകെ ഒരു വാടിയ പോലത്തെ അവസ്ഥയിലാണ് കേട്ടോ. സന്തുലിതാവസ്ഥയാണ്. ഒരാൾ നമ്മൾ എടുത്ത് കളഞ്ഞായിരുന്നു. നല്ലപോലെ വാടിയപ്പോഴത്തേക്കും. ഇവരും ഒക്കെ ഇങ്ങനെ ഇപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നൊരു സ്റ്റേജിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആകെപ്പാടെ വെണ്ടയാണ്. വെണ്ടയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാ, നമ്മള് കറക്റ്റ് സമയത്ത് പറിക്കാത്തതുകൊണ്ട് വെണ്ട മൊത്തം മൂത്ത് പോകും. പിന്നെ മെഴുക്കുവരട്ടി വെക്കാനുള്ള പാകത്തിനൊന്നും നമുക്ക് വെണ്ട കിട്ടാറില്ല. എനിക്ക് കൂടുതൽ ഇഷ്ടം മെഴുക്കുവരട്ടിയാണ്. പിന്നെ കിട്ടുന്നതെന്ന് പറഞ്ഞാ, ഈ സാമ്പാറിനകത്തൊക്കെ ഇടാൻ പറ്റുന്ന ഒരു പാകത്തിന് നമുക്ക് വെണ്ടയ്ക്ക കിട്ടിയാലായി. പിന്നെ ദാ ഈ കാണുന്ന മുളക് കണ്ടോ? അത് ശരിക്കും ഒരു 5, 6 ചോറുണ്ട്. പക്ഷെ അതിനെല്ലാം എന്തോ മൊരടിച്ച് എന്തൊക്കെയോ അസുഖങ്ങളായിട്ട് എന്തോ നിക്കാണ്. പിന്നെ പയറ്. പയറും നേരത്തെ നല്ല നീളമുള്ള പയറല്ലേ ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ വീഡിയോയില്? ഇപ്പൊ കണ്ടോ? ചെറുത്. അപ്പോ അങ്ങനെയായി നമ്മുടെ ഈ പറമ്പിന്റെ അവസ്ഥ ഏകദേശം ഇങ്ങനെയാണ്. ഇവിടുത്തെ പരിപാടികളൊക്കെ അവസാനിക്കാനായി. ഇനി ഒന്നേന്ന് തുടങ്ങണം. മഴ ആയതുകൊണ്ട് മഴ വരുവാണ് എങ്കിൽ എങ്ങനെയാന്ന് അറിയത്തില്ല. പിന്നെ വെള്ളം നല്ല വേനലായി കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കിട്ടത്തില്ല. അങ്ങനത്തെ പ്രശ്നമുണ്ട്. പിന്നെ ദേ നമ്മുടെ മാവാണ് ട്ടോ. ഈ മാവിലെ മാങ്ങയെല്ലാം നാട്ടുകാർ കൊണ്ടുപോകും. അങ്ങനെ കിട്ടാനുള്ളതെല്ലാം പെറുക്കിയെടുത്ത് ഞാൻ തിരിച്ച് വീട്ടിലേക്കുള്ള വണ്ടി കയറി എന്ന് വേണം പറയാൻ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ വണക്കം. ഒന്ന് സബ്സ്ക്രൈബ്